ഹായ് ഗേസ്. സോ നമ്മൾ ഇന്ന് വാഗമണ്ണിൽ പോകുന്ന ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സോ അപ്പം 2 പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അവിടെ പോകുന്ന സമയത്തുള്ള സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ നൈറ്റാണ് പോകുന്നത്. അപ്പോൾ നൈറ്റ് പോകുന്ന സമയത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും അവിടെ നിന്ന് കണ്ട കാര്യങ്ങളൊക്കെ. സോ അതിനുശേഷം പാർട്ട് 2 നമ്മുടെ പ്രധാന സ്പോട്ടിൽ നമ്മളെത്തുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഏതായാലും രാത്രിയായിരുന്നു രാത്രി ഒരു 10:30 10:40 കായികമാണ് നമ്മൾ ബസ്സിൽ യാത്ര തുടരുന്നത്. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ഫോട്ടോ എടുക്കാതെ കരുതി നോക്കുമ്പോൾ ക്യാമറ ആണെങ്കിൽ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും. ഏതായാലും ബസ് ചെറുതായിട്ട് പോകുന്ന സമയത്ത് തന്നെ എടുക്കുമ്പോൾ ഫോണൊന്നും അളകുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ ക്യാമറ ചെറുതായിട്ട് മങ്ങിപ്പോയത്. എന്നാലും ഒരു 2-3 പിക്കുകൾ എടുത്തു. അല്ലാതെ എന്ത് ട്രിപ്പ് അല്ലേ. അപ്പം അടിപൊളി യാത്രയായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി. ട്രിപ്പ് പോയിട്ട് കുറച്ച് നമ്മുടെ ട്രിപ്പ് പോണ് ഗൈസ്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അടിപൊളി. സോ ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ മോർണിംഗിൽ നമ്മൾ വാഗമണ്ണ് അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇവിടുത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട, എല്ലാവരും കറക്റ്റ് കണ്ടോ. രാവിന്റെ ചില പോലെ വന്നല്ലോ, പനിനീരിൻ കടവത്ത് കുടമുല്ലോ, മണിമുറ്റും പൊന്നിന്റെ ഉടവാളുണ്ടല്ലോ, വന്നല്ലോ കുപ്പായ വെള്ളി കുപ്പായ. ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണം. ജസ്റ്റ് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് പാട്ടിനൊക്കെ ജസ്റ്റ് ഒരു താളത്തിൽ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഡാൻസ് കളിച്ചെന്നുള്ളൂ. ഞാനധികം ഡാൻസും കാര്യങ്ങളൊന്നും കളിക്കാത്ത ഒരാളാണ്. എല്ലാവരും മുമ്പിലെങ്കിലും ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് ആർക്കായാലും വേണ്ട, എൻജോയ് മൊമെൻറ്റിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പ് അടിപൊളി ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ ഇനിയും ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാത്തിരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ചെറിയ കാഴ്ചകൾ, വാഗമണ്ണിൽ എത്തിയ സമയത്തുണ്ടാകുന്ന ചെറിയ കാഴ്ചകൾ, എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നമ്മുടെ മെയിൻ സ്പോട്ടൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് 2ാമത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട, എല്ലാവരും കണ്ടോ. വീഡിയോ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഏതായാലും തുടക്കത്തിലൊന്നും ആരും ഫോട്ടോ എടുക്കുന്നൊന്നും കാണുന്നില്ല. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ തന്നെ 2-3 സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തു. ആ സമയത്ത് എന്തായാലും ഫോണിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. മറ്റേ വണ്ടി പോകുന്ന സമയത്താകുമ്പോൾ ഫോണ്
ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആകുമ്പോൾ തന്നെ ക്യാമറ ഫോട്ടോ പതിക്കുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും. അൻസാരി രണ്ട് കിളക്കാൻ അൽസിവാസ്രാജി എണ്ടുന്നുമിക്കോ ഒരാകെ മുമ്പോട്ടി മുത്തോടമുണ്ട് ഉസ്പായ ഗൗലം ഇതണ്ട് അരികോഴ അൻസാ ഒരു മധുരക്കിടാവില്ലഹരിയുടമുള്ള പോരിഞ്ഞോ അതിനായിരമാശകളാണൊരു പൻവരനീ തേൻവണ്ടു മലരേ തേൻവണ്ടു തേൻവണ്ടു എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും പാട്ട് പാടേണ്ടി. നമ്മുടെ ഡേ 1 സോ അപ്പോൾ നമുക്ക് ഈ മോർണിംഗിൽ കാണാം. അപ്പോൾ നൈറ്റ് നമ്മൾ പറഞ്ഞാൽ ഫുള്ള് യാത്രയാണ്. അപ്പോൾ നൈറ്റിൽ ഫുള്ള് യാത്രയാണ്. യാത്ര പറയുമ്പോൾ ഫുള്ള് പാട്ട് പരിപാടികൾ ഒക്കെയാണ്. അപ്പം ഞാൻ പാട്ടാടിയിട്ടില്ല, ഞാൻ പാട്ടാടി വീഡിയോ എടുത്തിട്ടില്ല. സോ നമ്മൾ പാട്ടിൻ്റെ നിങ്ങൾ ഓൾറെഡി കേട്ടോ. സോ അപ്പം നമ്മൾ മോർണിംഗിൽ കാണാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം ടൈം 12:30 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും മോർണിംഗിൽ കാണാം. മോർണിംഗിൽ അടിപൊളിയായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം. സോ അത് ഫുള്ള് എല്ലാവരും കാണും. ഓക്കെ, അങ്ങനെ നമ്മളിതാ വാഗമൺ എത്തുന്നു. വാഗമണിലെ ആദ്യത്തെ സ്പോട്ട് പറയുകയാണെങ്കിൽ ഒരു 4 മണിക്കൊക്കെ അവിടുത്തെ സ്പോട്ട്. അവിടെ നിന്ന് കാണാൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വാഗമണിൽ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കണം. അങ്ങനെ 2 സ്ഥലത്ത് അപ്പോൾ ഫ്രഷപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അതുപോലെ നമ്മൾ അടിപൊളിയായിട്ടുള്ള സഫാരി എല്ലാ വീഡിയോസും നമ്മൾ എത്തിക്കുന്നുണ്ട് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വാഗമണിൽ ഇനി നമുക്ക് കാണാം. തെരുവിലേക്ക് നമുക്ക് നടന്നു പോകാം. ഇതിപ്പം ഉള്ളേരിയയിലായിട്ടാണ് നമ്മളെ റൂം വരുന്നത്. നമ്മളെ റൂം വരുന്നത് ഉള്ളേരി. ജീപ്പ് സഫാരിക്ക് വേണ്ടി പോകാനത് ജീപ്പ് കാണാം. റൂമിൻ്റെ തൊട്ടടുത്ത് ജീപ്പ് സഫാരി കണ്ടു. അപ്പോൾ ജീപ്പ് സഫാരിക്കാരൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് സ്പോട്ട് ഉണ്ട്. സോ 7 ആൾക്ക് 8 ആൾക്കൊക്കെ പോകാൻ പറ്റും ജീപ്പ് സഫാരി. ഏകദേശം 2000 രൂപയാണ് ഒരു സഫാരിക്കായിട്ട് വരുന്നത്. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഓക്കെ, നമ്മുടെ കാഴ്ചകൾ കാണാം. നമ്മൾ ഷെയറൊക്കെ കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീപ്പ് സഫാരിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവയൊക്കെ വരുമ്പം ഓൾറെഡി ഇപ്പം നിങ്ങളൊക്കെ വന്ന് കാണും. നമ്മളെ ഫസ്റ്റ് ടൈം ഉണ്ടാവും. ഓക്കെ, തുടർന്നുള്ള വീഡിയോ കാണാം. ഓക്കെ, സോ അങ്ങനെ ഇത് നമ്മുടെ വാഗമണിലെത്തി. വാഗമണിലെ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സോ അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകൾ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നതാണ്. അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മനോഹരമായ കാഴ്ചകൾ. കുന്നുകൾ, ഒരുപാട് കുന്നുകളും ഇതൊക്കെ തന്നെയാണ് ആ ഒരു ഭാഗത്ത് പോവുകയാണെങ്കിൽ കാര്യമായിട്ട് കാണാനുള്ളത്. അത് ഞാൻ ആദ്യമേ നിങ്ങളറിയും. ഒന്നും പറയണ്ട, ആൾക്കാരെ ഇങ്ങനെ പോട്ടെ. ഇപ്പം നമ്മൾ വരുമ്പോൾ ചെറിയ കാഴ്ചകൾ ഇങ്ങനെ കാണാം. വാഗമണിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണാൻ കഴിയും അടിപൊളിയായിട്ടുള്ള കുന്ന്. പ്രകൃതി മനോഹരമായ വാഗമണിലൂടെയാണ് നമ്മുടെ യാത്ര തുടരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും വാഗമൺ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് എല്ലാം നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ 7:20 നിങ്ങൾക്ക് ടൈം നോക്കി കാണാൻ പറ്റും. നല്ലൊരു മഞ്ഞ്, ഇപ്പം മഞ്ഞൊക്കെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ. നമ്മൾ ആ കുന്നാണ് വാഗമണിൽ വരുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റുന്നത്.
പിന്നെ പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ചെറിയ പൊന്തക്കാടുകൾ അതൊക്കെ കാണാൻ കഴിയെങ്കിലും അടുത്ത മലകൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നും. ഓക്കെ, പിന്നെ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, കേരള ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെറിയൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തണുത്ത കാറ്റാണ് അറിയാം, തണുത്ത കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടിപൊളി വൈബാണ്. അങ്ങനെയുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ടോ അങ്ങനെയാണെങ്കിലും വരികയാണെങ്കിലും പരമാവധി കോട്ടൊക്കെ എടുത്ത് വരിക. കോട്ട് എടുത്ത് വരുമ്പോൾ അതിനായിട്ട് തണുപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് കരുതും. പക്ഷെ ഈ തണുപ്പിനെ കൺട്രോൾ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ കോട്ടൊന്നും എടുത്തിട്ടില്ല, നാല് തണുപ്പാണ്. തണുപ്പോട്ട് പറയണം. ഓക്കെ, എല്ലാവരും മാക്സിമം കോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ വരിക. ഓക്കെ, അടിപൊളിയായിട്ട് ട്രിപ്പാണ് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാം. ഇപ്പോൾ ബസ്സെല്ലാം ഓഫ് ഉണ്ടാവും. രാത്രി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തു. ഇപ്പം നേരെ വെളുത്തിട്ടല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ആയിക്കോളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോഴും യാത്രയാണ്, ഇന്നലെ രാത്രി തുടങ്ങിയ യാത്രയാണ്. ഫ്രഷപ്പിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങി അങ്ങനെ ഇപ്പോഴും ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മുടെ ബാക്കിൽ വേറെ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ കുറേ യാത്രക്കാരുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഗമണിലെ അടുത്തൊരു കാഴ്ചയിലേക്ക് പോവാണ്. അപ്പം നമ്മളിപ്പോൾ ബസ്സിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബസ്സിൽ എന്ത് യാത്ര ചെയ്യണമെങ്കിലും ആ ടൈമിൽ നിങ്ങൾ പുറത്ത് നോക്കുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്രകൃതി മനോഹരമായ കാഴ്ചകളാണ് ഈ ടൈമിൽ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ പറഞ്ഞാൽ കുറച്ചങ്ങോട്ട് നമ്മൾ പോയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതിലും കിട്ടിലും കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തേയിലത്തോട്ടം. അതായത് ഈ വാഗമണ്ണ്, ഇടുക്കി, മൂന്നാർ എന്നിങ്ങനെയുള്ള കേരളത്തിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കൂടുതൽ കൃഷി ചെയ്ത് വരുന്ന തേയിലത്തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അടുത്തൊരു കുന്ന്, ഇവിടെ എത്തിയ കുന്നുകൾ തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സോ അടുത്തൊരു മല നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇപ്പം കൃഷിയിടങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾ കാണാം. ഫുഡ് കഴിക്കാൻ നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി ചെയ്തു. സോ ആ സമയത്ത് ഒന്നും നോക്കിയില്ല, 2-3 സെൽഫിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചു. സോ ഫുഡ് കഴിക്കാൻ പോകുന്നിടത്ത് ചെറിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ കഥ, അത് ഞാൻ പിന്നെ പറയാം. സോ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയ സമയത്ത് എല്ലാവരും ഫോട്ടോ എടുക്കുമായിരുന്നു, കാരണം അത്ര അടിപൊളി ഏരിയ ആയിരുന്നു. നമ്മളൊന്നും നോക്കിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തു. അപ്പം ഈ സ്പോട്ട് വരാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. നമ്മൾ മാത്രമേ നിലവിൽ വ്ളോഗ് എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ പോകുന്നതിക്ക് 2 സൈഡും തേയിലത്തോട്ടം. ആ തേയിലത്തോട്ടം കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു മല കാണാൻ കഴിയും. അപ്പോൾ ഈ മല ഇത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പോകണം, മേലേക്ക് പോകണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ ബസ് നിർത്തിയിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ബസ് നിർത്തിയിരിക്കുന്ന സൈഡിലായിട്ട് ചെറിയൊരു അരുവിയുണ്ട്. സോ അപ്പം അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് നമ്മളിങ്ങനെ ഇപ്പോൾ ടൈം പറയുകയാണെങ്കിൽ 8:04 അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ നിങ്ങൾ കാണാനും വരികയായിട്ട് നൽകുന്ന പ്രകൃതി മനോഹരമായ ഒരു ഇടം തന്നെയാണ്. പിന്നെ കാര്യമായിട്ട് ഇവിടെ കാണാനുള്ളത് ഈ തേയിലത്തോട്ടം കഴിഞ്ഞ് പിന്നെ ഈ മലകൾ മാത്രമാണ് ഇവിടെ കാര്യമായിട്ട് കാണാനുള്ളത്. ഏതായാലും നല്ലൊരു സ്പോട്ടാണ്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അപ്പം ഇത് ഈ വരുന്നവരെല്ലാവരും എന്താണ് ഇവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യുക, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ. ഓക്കെ, വാഗമണ്ണിലെ സൂര്യോദയം. സോ അപ്പം ഞാൻ സൂര്യോദയം കാണാൻ പോയപ്പോൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിരുന്നു. അതുകൊണ്ട് ബസ്സിന് മുമ്പിലൊന്നും 2-3 ഫോട്ടോ എടുത്തു. ഓക്കെ, ഇപ്പം ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തില്ലാന്ന് വേണ്ട. ഓക്കെ, അപ്പം ഫുൾ അടിപൊളി മലനിരകളും കാഴ്ചകളാണ് ആ ഒരു സ്പോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞ. ഒരു സൈലൻ്റ് ഏരിയ, കിളികളുടെ ശബ്ദം, അങ്ങനെയൊക്കെ പ്രകൃതി നല്ല ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ഏരിയ ആണ്. പച്ചപ്പ് കൊണ്ട് അടിപൊളി മനോഹരമായ ഒരു ഇടം തന്നെയാണ് ഈ വാഗമൺ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും തീർച്ചയായിട്ടും അങ്ങോട്ട് പോകണം. നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കാരണം തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഇനിയും ആരെങ്കിലും അവിടെ നിന്ന് എത്തിപ്പെടാത്തുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അത് മതി. ഓക്കെ, അപ്പോൾ നമ്മളെ പാർട്ട് 1 തൽക്കാലം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഒന്നുമില്ല. അപ്പം നമ്മൾ പാർട്ട് 2-ൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾ കാണാം. നമ്മൾ 2-3 സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോയിൽ എല്ലാ സ്പോട്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ അത്രയും നീണ്ടുപോകും. അപ്പോൾ അത്രയും ആകുമ്പോൾ നിങ്ങൾക്കൊരു റിസ്ക് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും.